മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ജീവവചന ധ്യാന ചിന്തയുടെ എല്ലാ കേൾവിക്കാർക്കും വേഗം വരുന്നവനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും നേരുന്നു. 4-ാം യാമത്തിൽ ഉയരുന്ന ഒരു ശബ്ദം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പുറപ്പുകളെ വിശ്വാസികൾ ചില പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ അവരെ ബലപ്പെടുത്തുവാൻ പലപ്പോഴും മറ്റുള്ളവർ പറയുന്ന ആശ്വാസ വാക്കാണ് 4-ാം യാമത്തിൽ ഇറങ്ങി വരുന്ന കർത്താവ് നിങ്ങളെ വിടുവിക്കും എന്നുള്ളത്. യഹൂദന്മാരുടെ സമയക്കണക്കനുസരിച്ച് സൂര്യൻ അസ്തമിക്കുന്നത് മുതൽ ഓരോ 3 മണിക്കൂർ കൂടുന്നതിനെ ഒരു യാമം എന്നാണ് പറയാറുള്ളത്. വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ 1-ാം യാമവും 9 മണി മുതൽ 12 മണി വരെ 2-ാം യാമമെന്നും 12 മണി മുതൽ 3 മണി വരെ 3-ാം യാമമെന്നും 3 മണി മുതൽ രാവിലെ 6 മണി വരെ 4-ാം യാമം എന്നും യഥാക്രമം അറിയപ്പെടും. ഈ യാമങ്ങളെ സന്ധ്യായാമമെന്നും അർദ്ധരാത്രി യാമമെന്നും കോഴി കൂകുന്ന യാമമെന്നും പ്രഭാത യാമമെന്നും വിളിക്കാറുണ്ട്. തൻ്റെ അടുക്കൽ വരുന്ന പുരുഷാരത്തോട് മനസ്സലിവ് കാട്ടിയ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും മനസ്സലിവുള്ള ഒരു ഗുരുവായിരുന്നു. തൻ്റെ അടുത്തു നിന്നും പുരുഷാരത്തെ പറഞ്ഞയച്ചതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരെയും നിർബന്ധിച്ച് താൻ പറഞ്ഞയച്ചു. താൻ തനിയെ ഇരിക്കുകയും പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുകയും ചെയ്തു. താൻ ദൈവപുത്രനെന്ന് അവർ മനസ്സിലാക്കുവാൻ വേണ്ടിയും കൂടിയാണ് ശിഷ്യന്മാരെ പടക് കയറ്റി അക്കരയ്ക്ക് പോകുവാൻ കർത്താവായ യേശു ക്രിസ്തു നിർബന്ധിച്ചത്. ആ വേദഭാഗം ഇങ്ങനെ 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. പ്രിയ ശിഷ്യന്മാർ പടക് കയറി ഗലീല കടലിൽ കൂടി യാത്ര തിരിച്ചു. പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമായി. പടക് പല നാഴിക ദൂരത്തുമായി.
കാറ്റ് അവർക്ക് നേരെ ആഞ്ഞടിക്കുകയും ആ കാറ്റ് അവർക്ക് പ്രതികൂലമായതുകൊണ്ട് ആ കാറ്റിനാൽ ഉളവായ തിരകൾ, ആ തിരകളാൽ അവർ അവരുടെ യാത്രയിൽ ഏറ്റവും അധികം വലഞ്ഞിരുന്നു. യേശു മലമേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് പടക് അങ്ങ് ദൂരത്ത് തന്നെ, പല നാഴിക ദൂരത്തായി എന്നാണ് വായിച്ചത്. കൊടുങ്കാറ്റടിക്കിയാൽ കടൽ കോപിച്ചിരുന്നു, അവർ തണ്ട് വലിച്ച് വലഞ്ഞിരുന്നു എന്ന് സുവിശേഷ ഭാഗങ്ങളിൽ നിന്നും വ്യക്തമാകും. യേശു അവരുടെ കൂടെ ഇല്ലാത്തതിനാലാണോ ഇങ്ങനെ സംഭവിച്ചത് എന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. എന്നാൽ യേശു കൂടെ ഉണ്ടായിരുന്നപ്പോഴും മറ്റൊരു സന്ദർഭത്തിൽ അവരുടെ പടകയാത്രയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ പടകയാത്രയിൽ യേശു അമരത്ത് തല വെച്ച് ഉറങ്ങുകയായിരുന്നു എന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. പ്രിയരെ, യേശു കൂടെ എപ്പോഴും ഉണ്ടാകണമെന്നത് ഒരാവശ്യം തന്നെയാണ്. എന്നാൽ കർത്താവ് ഉറങ്ങുകയാണെങ്കിലോ? ഇസ്രായേലിലെ പരിപാലകൻ ഉറങ്ങുകയില്ല, മയങ്ങുകയുമില്ല. എന്നാൽ യേശുവുമായി കൂട്ടായ്മ ബന്ധം സ്ഥാപിച്ചില്ലെങ്കിൽ യേശു ഉറങ്ങുന്നവരെ പോലെയാകും. യേശു നമ്മിൽ ഉണർന്നിരിക്കുകയാണെങ്കിൽ പ്രിയരെ, കൊടുങ്കാറ്റ് ഉണ്ടാകില്ല എന്നല്ല, ഉണ്ടായാലും നശിച്ചു പോകാൻ അവൻ സമ്മതിക്കില്ല. ഒരു പടകയാത്രയിൽ കാറ്റിനാലും തിരകളാലും പടക് തകർന്നു പോകുമെന്ന് തോന്നിയ സന്ദർഭത്തിൽ യേശു പടകിൽ ഉറങ്ങുകയായിരുന്നു. എന്നാൽ ഇവിടെ ഈ സന്ദർഭത്തിൽ, ഈ പടകയാത്രയിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോടൊപ്പം ഇല്ല എന്നുള്ളതാണ് സത്യം. ആദ്യ സന്ദർഭത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ വിശ്വാസം പരീക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ താൻ ദൈവപുത്രൻ എന്ന് അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സന്ദർഭം സൃഷ്ടിക്കുകയും താൻ മലയിൽ ഇരുന്നു കൊണ്ട് അവരെ നിരീക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. ആ യാത്രയിൽ അവർ പ്രാണഭയത്തിലായപ്പോൾ, അവരിൽ നിന്ന് നിലവിളി ഉയർന്നപ്പോൾ, അവരുടെ ആ യാതനയിൽ കർത്താവ് മനസ്സലിഞ്ഞ് അവരുടെ അടുത്തേക്ക് രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിൽ കൂടെ നടന്നു ചെല്ലുകയാണ്. പുലർച്ചെ 3 മണി കഴിഞ്ഞപ്പോഴേക്കും കർത്താവ് അവരെ തേടിയെത്തുന്നു. അവരെ ക്ഷീണിതരായി തകർന്നു പോകുവാൻ വിട്ടുകൊടുക്കാതെ, അവരെ വിട്ടുകളയാതെ, അവർക്ക് ഇനി ഈ പ്രതികൂലത്തെ നേരിടുവാൻ കഴിവില്ല എന്ന നില വന്നപ്പോൾ അവരുടെ സഹായത്തിനായി അവരുടെ അടുക്കൽ അരുമനാഥൻ എത്തുകയാണ്. കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നവനായ യേശു. കഴിഞ്ഞ രാത്രിയിൽ ശിഷ്യന്മാർ പ്രതികൂല കാലാവസ്ഥയിൽ എത്ര ദൂരം സഞ്ചരിച്ചുവോ അത്രയും ദൂരം കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കലെത്തി. നടന്നു വന്ന യേശു അവരെ കടന്നു പോകാൻ ഭാവിച്ചു എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. അവരുടെ പ്രതികരണം അറിയാൻ വേണ്ടിയായിരുന്നു കർത്താവ് അങ്ങനെ ചെയ്തത്. എന്നാൽ അത് തങ്ങളുടെ നാഥനാണ് എന്നറിയാതെ ഒരു ഭൂതം എന്ന് അവർ തെറ്റിദ്ധരിച്ച് നിലവിളിക്കുകയും ചെയ്തു. അവരെ പറഞ്ഞയക്കുമ്പോൾ കർത്താവ് പറഞ്ഞിരുന്നു, ഇപ്പോൾ നിങ്ങൾ പടക് കയറിപ്പോകുക, ഞാൻ പിന്നാലെ വന്നുകൊള്ളാം. എന്നാൽ കർത്താവ് പറഞ്ഞത് ഒരുപക്ഷെ അവർ മറന്നു കളഞ്ഞതായിരിക്കും. പ്രിയരെ, നാമും പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? കർത്താവ് നമ്മോട് പറഞ്ഞത് നാം മറന്നു കളഞ്ഞ് അകാരണമായി ചില സാഹചര്യങ്ങൾ കണ്ട ഭയപ്പെട്ട് നിലവിളിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ ഉലഞ്ഞ് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? ശിഷ്യന്മാർ യേശുവിന്റെ വാക്ക് ഒരു വേള ഓർത്തിരുന്നുവെങ്കിൽ ഈ നടന്നു വരുന്നത് നമ്മുടെ ഗുരു ആകാം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ. എന്നാൽ നിലവിളിച്ചു കൊണ്ടിരുന്ന ശിഷ്യന്മാരെ കർത്താവ് അവിടെ ആശ്വസിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. യേശു തന്നെത്താൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പ്രിയരെ, നാം പ്രതികൂലങ്ങളിൽ അകപ്പെട്ട് ഭയപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ കാതിൽ മുഴങ്ങുന്ന ഒരു ദൈവശബ്ദമുണ്ട്. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട. ഇത് 4-ാം യാമത്തിൽ നമ്മുടെ അടുക്കലിൽ എത്തുന്ന കർത്താവിന്റെ ശബ്ദമാണ്. അവൻ നാം ഉഴമലഞ്ഞു പോകുവാൻ സമ്മതിക്കുന്നവനല്ല. അവൻ നമ്മോട് കരുണ ചൊരിയുന്ന കർത്താവാണ്. ഭയപ്പെടേണ്ട എന്ന് മാത്രമല്ല അവൻ നമ്മോട് പറയുന്നത്, ഞാനാകുന്നു എന്നും
അവൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മോശയ്ക്ക് ദൈവം പറഞ്ഞത്, ഞാനാകുന്നവൻ ഞാനാകുന്നു, നിലനിൽക്കുന്നവൻ, മാറ്റമില്ലാത്തവൻ, എന്നേക്കും ജീവിക്കുന്നവൻ, ഉറക്കം തൂങ്ങാത്തവൻ, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കരുതി വയ്ക്കുന്നവൻ. അങ്ങനെയുള്ള ദൈവം നമ്മോടും പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ധൈര്യപ്പെടുക. കൂടപ്പിറപ്പിൽ ഈ ദൈവം നമ്മോട് കൂടെയുണ്ട്. നാം കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചവരാണെങ്കിൽ, അനുസരിച്ച് കൽപ്പനകൾക്കനുസരിച്ച് നാം ജീവിക്കുന്നവരാണെങ്കിൽ നാം അവൻ്റെ ശിഷ്യന്മാരാണ്. നാം തനിച്ചായി പോകാൻ, ഭയപ്പെട്ട് നിലവിളിച്ച് കഴിയുവാൻ അവൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പ്രതികൂലങ്ങൾ മാറി മാറി നമ്മെ ഭയപ്പെടുത്തുമ്പോൾ നമ്മുടെ ആവശ്യ സന്ദർഭങ്ങളിൽ 4-ാം യാമത്തിൽ തന്നെ നമ്മെ തേടി വരുന്ന ഒരു കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നാം അവൻ്റെ ശബ്ദം കേൾക്കുവാൻ ഹൃദയത്തിൽ ഏകാഗ്രതയും ധൈര്യവും ഉള്ളവരായിരിക്കേണ്ടതും ആവശ്യമാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രിയരെ 4-ാം യാമത്തിൽ തന്നെ ഇറങ്ങി വരും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ ഇന്നത്തെ ദിവസവും ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ പാദപീഠേ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവർ തനിച്ചായി പോകുവാൻ ഇടയാകരുതേ. ഭയപ്പെട്ട് കർത്താവെ അഴന്ന് ഉലഞ്ഞു പോകുവാനും അനുവദിക്കരുത്. 4-ാം യാമത്തിൽ ഇറങ്ങി വരുന്നൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി അവർക്ക് വേണ്ടി ഉണ്ട് എന്ന് ബോധ്യമായി വിശ്വാസത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനും സ്തോത്രം ചെയ്യുവാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാനും അങ്ങയുടെ നടത്തിപ്പ് അനുഭവിച്ചറിഞ്ഞത് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും എല്ലാവരെയും ഇന്ന് പകലിലും സഹായിക്കണം. ഇന്ന് പകലിൽ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ എല്ലാവർക്കും ഇടയാക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. Siyo,
കൂടും